തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദമായ പരിശോധന എല്ലാ തലത്തിലും നടത്തും. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരുത്തലുകൾ വരുത്തി എന്തെല്ലാം അപാകതകൾ ഉണ്ടോ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഏതെങ്കിലും ഒരു തവണ തോറ്റെന്ന് കരുതി എല്ലാ തവണയും അങ്ങനെ ഉണ്ടാകണമെന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി മുന്നോട്ടു പോകും. സംഘടനാപരമായ പോരായ്മ ഉണ്ടോ എന്ന് പരിശോധിക്കും. ജനവിശ്വാസം കൂടുതൽ നേടാൻ പ്രവർത്തിക്കും. LDF വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുമോ? ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിഫലിച്ചോ എന്ന് നോക്കിയിട്ട് പറയാം. കൊല്ലം കോർപ്പറേഷൻ പരാജയം പ്രതീക്ഷിച്ചതല്ല. എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടായോ അതെല്ലാം പരിശോധിച്ച് പാർട്ടി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് താനും. ഇവിടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ രാഷ്ട്രീയമായി വോട്ട് വിനിയോഗിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ LDFനാണ് ഭരണം ലഭിച്ചിട്ടുള്ളത്.